ഗേൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളിപ്പോൾ 2 മാസം കൊണ്ട് കടയിലെ സോപ്പ് ഈ വീട്ടിൽ നിരോധിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന സോപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സോപ്പ് മാത്രമല്ല ഡിറ്റർജൻറ്റ് ലിക്വിഡും ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി സോപ്പ് നമുക്കങ്ങ് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു സോപ്പ് ഉണ്ടാക്കിയത് കറ്റാർ വാഴയും തുളസിയിലേക്ക് ഇട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ. അത് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെയുള്ള കറ്റാർ വാഴയുടെ ജെല്ലും തുളസിയിലേക്ക് ഇട്ട് അരച്ച് അതിൽ ചേർത്ത് അങ്ങനെയാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കിയത്. രണ്ടാമത് മഞ്ഞൾ സോപ്പ്, കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ അങ്ങാടി കടയിൽ നിന്നൊക്കെ പച്ചമഞ്ഞൾ വാങ്ങില്ലേ, അത് വെച്ച് സോപ്പ് ഉണ്ടാക്കി. പിന്നെ മൂന്നാമത് വന്നിട്ട് ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കി. പിന്നെ ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കി. അങ്ങനെ കാണുന്നതൊക്കെ വെച്ച് ഞങ്ങൾ സോപ്പ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ വെറൈറ്റി സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഈ മഞ്ഞളിൻ്റെയും ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കറ്റാർവാഴയൊക്കെ വെച്ചുള്ള സോപ്പ് നമ്മൾ നാച്ചുറലായിട്ട് എടുത്ത് ഇതിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ്, നമ്മുടെ സ്കിന്നിനൊക്കെ അത് നല്ലതാണ്. പിന്നെ ഞാൻ ഇന്നവരെ അത് സെയിൽ ചെയ്തിട്ടില്ല, സെയിൽ ചെയ്യണമെന്നുണ്ട്. പയ്യെ ഞാൻ അതിൻ്റെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പയ്യെ ഞാൻ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുളസിയിലയും കറ്റാർവാഴയും പിന്നെ ആര്യവേപ്പിലയും അതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു സോപ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്നും കൂടെ വെൽക്കം ചെയ്തോണ്ട് നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാൻ പോകാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കറ്റാർവാഴ എടുക്കാൻ പോകാം. എൻ്റെ വീട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് കറ്റാർവാഴയാണെന്ന് പറയാം. ഏകദേശം ഒരു 4-5 ഗ്രോ ബാഗിൽ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് തലയിൽ തേക്കാനും മുഖത്തിടാനും ഒക്കെ നല്ലതാണല്ലോ കറ്റാർവാഴ. അങ്ങനെ നമ്മൾ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം തുളസി ഇലയാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ വീട്ടിൽ ഒട്ടും വളരാത്ത ഒരു ചെടി ഉണ്ടെങ്കിൽ അത് തുളസിയാണ് കേട്ടോ. കറ്റാർവാഴ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ച് ഏകദേശം 1 മണിക്കൂർ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇതിൽ കുറച്ച് വിഷമുണ്ടല്ലോ, അതൊക്കെ അങ്ങ് പോകാൻ വേണ്ടി. പിന്നെ ഇതാ തുളസിയിലയും കുറച്ച് തുളസിയിലയാണ് കേട്ടോ. നമ്മൾ ആകെപ്പാട് 4 സോപ്പ് അല്ലെങ്കിൽ 250 ഗ്രാം എടുത്താണ് സോപ്പ് പീസ് 250 ഗ്രാം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഏകദേശം 4-5 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനുള്ള അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ആര്യവേപ്പിലയും കൂടെ ഉണ്ട്, അതും കൂടെ എടുക്കാം. നമ്മുടെ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത വീട്ടിൽ നിന്ന് പറിച്ചതായിരുന്നു. ഇന്ന് പറിച്ചില്ല, 2 ദിവസമായി പറിച്ച് വച്ചിട്ട്. അപ്പം ഇന്നലെ എനിക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചൊന്ന് വാടിപ്പോയി, എന്നാലും സാരമില്ല. അപ്പോൾ ഈ 3 സാധനങ്ങൾ ഇട്ടാണ് കേട്ടോ ഇതുണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് വേപ്പിലയും തുളസിയിലയും പിന്നെ കറ്റാർവാഴയുടെ ജെല്ലും ഇട്ട് നമുക്ക് നന്നായിട്ട് അത് ജ്യൂസി പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സോപ്പിൽ ഒഴിക്കേണ്ട കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ തുളസിയിലയും കറ്റാർവാഴയും വേപ്പിലയൊക്കെ വെച്ചുള്ള അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം 15 ml മാത്രം നമുക്ക് ഈ സോപ്പ് ബേസിൽ ഒഴിച്ചാൽ മതി. ബാക്കി വരുന്നത് നമുക്കാണെങ്കിൽ ഐസ് ക്യൂബ് ആക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതാകുമ്പോൾ രാവിലെ നമുക്ക് എഴുന്നേറ്റ ഉടനെ മുഖത്തൊന്ന് ഒരു ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടി ആ ഒരു ഐസ് ക്യൂബ് നമ്മുടെ മുഖത്തൊക്കെ ഒരു ദിവസം നമുക്കൊരു ഫ്രഷ്നെസ്സും ഒക്കെ കിട്ടും. അപ്പം അതിനുവേണ്ടി ചെയ്യാന്ന് വെച്ചിരിക്കണം. എന്തായാലും ഇതിൽ ബാലൻസ് കുറച്ച് മിച്ചം വരും. എന്തിനാ വെറുതെ കളയുന്നതെന്ന് വിചാരിച്ച് അപ്പോഴാണ് എനിക്ക് തോന്നിയത് അതിങ്ങനെ ഐസ് ക്യൂബ് ആക്കി വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാമല്ലോ, അങ്ങനെ തോന്നിയതാ. ഇതിലിതാ ഇത്രയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ 15 ml മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി, ബാക്കി നമുക്ക് ഐസ് ക്യൂബായിട്ട് വെക്കാം. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സോപ്പിൻ്റെ മോൾഡ്. അപ്പോൾ ഇത്ര ചെറിയ മോൾഡാണ്. പിന്നെ ആ സോപ്പ് ബേസ് നമുക്ക് അളക്കാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് മെഷീൻ കൂടിയാണ് ഇത്. ഞാൻ റെസിൻ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ റെസിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു പേപ്പർ വെച്ചിട്ടാണ് ഞാൻ സോപ്പ് എടുക്കാൻ പോകുന്നത്. ഇതാണ് സോപ്പ് ബേസ്. ഇതിൽ ഇനിയിപ്പോൾ ഞാൻ 250 കേട്ടോ അളന്നെടുക്കാൻ പോകുന്നത്. അടുത്ത് നമ്മുടെ സോപ്പ് ബേസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് ലൂസായിട്ട് എടുക്കാൻ വേണ്ടി ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ വെള്ളം എടുക്കുകയാണ്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമ്മുടെ സോപ്പ് ബേസ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുക. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സോപ്പ് ബേസ് നല്ല ലൂസായിട്ട് നല്ല വെള്ളം പോലെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സോപ്പ് ബേസ് മെൽറ്റ് ആയതിനു ശേഷം ആ പച്ചിലക്കൂട്ട് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വൈറ്റമിൻ ക്യാപ്സ്യൂൾ നമ്മുടെ മുഖത്തിനാണെങ്കിലും തലയിൽ തേക്കാനൊക്കെ ബെസ്റ്റാണ്. പിന്നെ അതിനുശേഷം ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രാഗ്രൻസ് ഓയിലാണ്, കാരണം സോപ്പിന് എന്തെങ്കിലും ഒരു മണം വേണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചന്ദ്രിക സോപ്പൊക്കെ വാങ്ങുമ്പോൾ ഉള്ളൊരു മണമില്ലേ, ആ ഒരു മണമാണ് കേട്ടോ. ആ ഒരു ഓയിലാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 4 സോപ്പാണ് കേട്ടോ ഇപ്രാവശ്യം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പതയൊക്കെ വന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ എടുത്ത് മാറ്റുന്നില്ല. പിന്നെ ബാക്കിയൊന്ന് ആ മറ്റേ പച്ചില കൂട്ടാണെങ്കിൽ ഞാൻ ഐസ് ക്യൂബ് ട്രേയിൽ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, കാരണം അത് ആ ഒരു ഐസ് കട്ട എനിക്ക് നാളെ മുഖത്ത് അപ്ലൈ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ സോപ്പ് മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ച
ഫ്രാഗ്രൻസ് ഓയിൽ എന്തിന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദ്രിക സോപ്പൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒരു മണമില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹെർബൽ സോപ്പിന്റെ ഒക്കെ ഒരു മണം, ആ ഒരു ഓയിലാണ് കേട്ടോ. കാരണം ഇത് അങ്ങനത്തെ ഒരു സോപ്പ് ആയതുകൊണ്ട് ഒരു ആയുർവേദ സോപ്പല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ആ ഒരു ഓയിലാണ് ഞാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് നമ്മൾ ഇതിൽ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കറക്റ്റ് മെഷർമെന്റ് ആണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സോപ്പ് റെഡിയാവും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം സോപ്പിന്റെ കണ്ടീഷൻ. പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് പത കാണും, നമ്മുടെ സോപ്പായ പത കാണണമല്ലോ. അപ്പം ഈ ഒഴിച്ച സമയത്ത് പത കാണും. പിന്നെ ഇത് നമ്മളല്ലേ ഉപയോഗിക്കുന്നത്, അപ്പൊ അതിന് കൂടുതൽ ഭംഗി വേണമെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് ആ മുകളിലുള്ള പതേന്ന് ഞാൻ എടുത്ത് മാറ്റിയില്ല, അതേപോലെ ഇരിപ്പുണ്ട്. സോപ്പ് ഉണ്ടാക്കാൻ വെച്ചിട്ട് ഏകദേശം 1.5 എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും സെറ്റായോ ഇല്ലേ നോക്കാം. ഞാൻ അത് ഒഴിച്ചൊക്കെ വെച്ചിട്ട് പിന്നെ വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ ഞാൻ കിത്തുവിനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ മേലെല്ലാം കഴുകിയിട്ട് അവന് കാർട്ടൂൺ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും സോപ്പ് എങ്ങനെയായി നോക്കിട്ട് വരാം. അതിന് സോപ്പ് ഞാൻ ദാ ഇവിടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഇച്ചിരി പോലും ഇതില്ല, കയ്യിലൊന്നും ഒട്ടുന്നില്ല. അപ്പൊ ഇതാണ് കേട്ടോ, അത്രയ്ക്ക് നല്ല ഗ്രീൻ കളറൊന്നും വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ മണം നല്ല മണമുണ്ട്. പിന്നെ ആ മറ്റൊരു പച്ചിലയുടെ ആ ഒരു മണവും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തുളസിലയുടെയും ആ വേപ്പിലയൊക്കെ ചേർത്തതിൻ്റെ ആ ഇലയെ അരയ്ക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മണവും കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രിക സോപ്പൊക്കെ മേടിക്കുമ്പോൾ ഒരു ആ മണം അതും വരുന്നുണ്ട്. എന്തായാലും നല്ല മണമുണ്ട്. പിന്നെ നമ്മളിപ്പോ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പാണേലും പിന്നെ അതുപോലെ തന്നെ ഡിറ്റർജന്റ് ലിക്വിഡ് നമ്മളിപ്പോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അങ്ങനെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിന്റെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല സന്തോഷമാണ് കേട്ടോ. നമ്മളിങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ സോപ്പ് വാങ്ങാണ്ടിരിക്കുക, നമ്മൾ ആരെങ്കിലും ഒക്കെ ചെയ്യുക നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സോപ്പ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലല്ലേ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് വെക്കുക. പിന്നെ ഇങ്ങനെ നമ്മൾ സോപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചാൽ മതി. നമുക്ക് ഉപയോഗിക്കുന്ന ടൈമിൽ ഓരോന്നായിട്ട് എടുത്ത് ഉപയോഗിക്കാമല്ലോ, അല്ലാണ്ട് ഇങ്ങനെ തുറന്ന് വെക്കണ്ട. ഏതെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് കവർ കാണും, നല്ല പ്ലാസ്റ്റിക് കവർ ആയിരിക്കണം, അതിന് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ സോപ്പിന്റെ ബേസൊക്കെ കിട്ടുവാണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ വരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.